ഛായാമോ ധവളാവഗുണ്ഠണവതി തേജോമയീ നൈഷ്ഠികീ സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാ ഈശ്വരീ ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്വചംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേഭി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാ വന്ദേ വാത്മീകികോകിലം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായി ആശരാഗീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിതുപത ലങ്കാപുരം പിന്നയും ദേവി തൻ പദം. വിഗത ഭയമടീണ വണങ്ങി വാങ്ങിപ്പോന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണ നളിന മധുനൈവ വന്ദിച്ചിതു. ദാസൻ ദയാനിധേ പാഹി മാം പാഹി മാം. ഇതി പവനസുതവചനമാഹന്ത കേട്ടളവിന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ.
സുരജനസുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം സദയമുപകാരമിച്ചെയ്തതിനാദരാൽ സർവസ്വവും മമ തന്നെ നിനക്കു ഞാൻ പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലല്ലടോ പുനരവിരമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുനർനീടിനാനാദരാൽ ഉരസി മുഹുരബീ മുഹുരണച്ചു പുലികീടിനാനോർക്കെടോ മാരുതപുത്ര ഭാഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായടോ പരമശിവനദീ രഘുകുലാധിപൻ തന്നെ പാവനയായ കഥയരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിയിടിനാൾ കിളിമകളുമരസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരം തെളിയേണമേ. അമൃതേശ്വരിയായി നമഃ. ഭാരതീയ ഇതിഹാസ കാവ്യമായ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സുന്ദരകാന്ഡമാണ് ഇന്ന് നാം ശ്രവിച്ചത്. സുന്ദരകാന്ഡത്തിൽ ശ്രീരാമചന്ദ്രൻ അദൃശ്യനാണെങ്കിലും ആദ്യാവസാനം വരെ രാമനാമ ശബ്ദം കൊണ്ട് മുഖരിതമാണ് ഈ ഭാഗം. ഹനുമാൻ സീതാന്വേഷണത്തിനായി പുറപ്പെട്ട് ലങ്കയിൽ ചെല്ലുന്നതും അശോകവനിയിൽ ഏകയായിരിക്കുന്ന സീതാദേവിയുടെ സമീപത്തെത്തി രാമനാമാങ്കിതമായ അങ്കുലീയം നൽകി താൻ ശ്രീരാമദൂതനാണെന്ന് അറിയിക്കുകയും ചെയ്യും. തുടർന്ന് സീതാദേവിയെ തടവിലാക്കിയിരിക്കുന്ന രാവണന്റെ ലങ്കയിൽ കടന്ന് നാശനഷ്ടങ്ങൾ വരുത്തുന്നു. ശേഷം ശ്രീരാമസന്നിധിയിൽ തിരിച്ചെത്തുന്ന ഹനുമാൻ താൻ ലങ്കയിൽ ഏതു വിധേനയാണ് നാശനഷ്ടങ്ങൾ വരുത്തിയതെന്ന് ശ്രീരാമദേവനെ അറിയിക്കുന്നു. രാവണന്റെ പുത്രനായ അക്ഷകുമാരനെ നിഗ്രഹിച്ചതും ആയിരക്കണക്കിന് രാക്ഷസന്മാരെ വധിച്ചതും വിവരിക്കുന്നു. കർമ്മങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും പക്വമായ ചിന്തകൾ കൊണ്ടും ഏതു പ്രതിരോധത്തെയും തരണം ചെയ്യുവാൻ ഒരുവന് എങ്ങനെ കഴിയുമെന്ന് ഹനുമാൻ തന്റെ പ്രവൃത്തിയിലൂടെ ഇവിടെ വിവരിച്ചു കാണിക്കുന്നു. രാമകാര്യത്തിനു വേണ്ടി ജനിച്ച് രാമകാര്യത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഹനുമാൻ കരുത്തിന്റെയും വിനയത്തിന്റെയും അവതാര രൂപം തന്നെയാണ്. ആദ്യാവസാനം ഭക്തിനിർഭരമായ സുന്ദരകാന്ഡം ശ്രവിക്കുന്നത് അത്യുത്തമമാണ്. ഓം നമഃ ശിവായ.